എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഓസി നമ്മുടെ ദിയ കൃഷ്ണയുടെ പ്രസവം കഴിഞ്ഞിരിക്കുന്നു. അവർക്കൊരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. അവർക്കൊരു കൺഗ്രാചുലേഷൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ പ്രസവത്തിന്റെ വീഡിയോ അവരുടെ ചാനലിലൂടെ പുറത്തുവിട്ടതിന് ശേഷം ഒരുപാട് പേരാണ് ഇവർക്കെതിരെ സംസാരിക്കുന്നത്. അതായത് അവർ കമന്റുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് വേറെ പണിയില്ലേ, ഇതൊക്കെ ഇങ്ങനെ കാണിക്കാൻ കൊള്ളാവോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, എന്ത് പ്രസവം എന്ന് പറയുന്ന ഒരു വൃത്തികേടായിട്ടുള്ള ഒരു കാര്യമാണോ? ഞാനൊരു അമ്മയാണ്. അപ്പോൾ ഞാൻ എന്നെയാണ് ചിന്തിച്ചത്. അതോടൊപ്പം ഈ പറയുന്ന വ്യക്തികളും ഒരു അമ്മയിൽ നിന്ന് ജനിച്ചവരല്ലേ. ഈ പ്രസവം എന്ന് പറഞ്ഞാൽ അത്ര ചീത്തയായിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എല്ലാ ഭർത്താക്കന്മാരും അവരവരുടെ ഭാര്യമാരുടെ പ്രസവം കാണുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴേ എന്തൊക്കെയായിരിക്കും നമ്മൾ അനുഭവിക്കുക. ആ സമയത്ത് വെപ്രാളം, വിഷമം, ആരുമില്ലാതെ അവിടെ കിടക്കേണ്ടി വരിക. ഇപ്പൊ എന്റെ കൂടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല, എന്നാൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അന്ന് നേഴ്സുമാരൊക്കെ നല്ല നേഴ്സുമാരായിരുന്നു. നല്ല സപ്പോർട്ട്, ഫാമിലിയെ പോലെ നമ്മുടെ സഹോദരങ്ങളെ പോലെ നമ്മളോട് നന്നായി സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങ് മുമ്പോട്ട് പോകുന്നു. എങ്കിലും നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരൊക്കെ അടുത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെ ആ സമയത്ത്. കാരണം അത് വേറൊരു തനി ലോകമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഈ വിമർശിക്കുന്നവര് ഒത്തിരി യൂട്യൂബേഴ്സ് ഇപ്പൊ അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഇത് എന്താണ് നിങ്ങൾക്ക് മതിയായില്ലേ എന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സ്ട്രിപ്പ് കാണിച്ച് പ്രഗ്നൻസി ടെസ്റ്റ് അടക്കം മുതൽ കാണിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന കൊണ്ടുള്ള ആ ഒരു ഇത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ പറയുന്നത്. ഓസിയുടെ ആ വീഡിയോ കണ്ടിട്ടൊന്നും അത്രയ്ക്കൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ അതല്ല, പണ്ടൊക്കെ ആണെങ്കിലും അങ്ങനെ ആരും ഹോസ്പിറ്റലൊന്നും ഭർത്താക്കന്മാരെ അത്രയ്ക്ക് അങ്ങ് കയറ്റത്തില്ലായിരുന്നു അല്ലെ. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയല്ല. ഹസ്ബൻഡിന് കയറണമെങ്കിൽ കയറാം, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു എൻകറേജ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭർത്താക്കന്മാരെ അകത്ത് കയറ്റുന്നവരുണ്ട്. ചിലർ റെഫ്യൂസ് ചെയ്യും പേടി കൊണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും കുറച്ച് ധൈര്യം സംഭരിച്ച് ഭർത്താക്കന്മാർ പോയി കാണുന്നതൊക്കെ നല്ലതായിരിക്കും. എസ്പെഷ്യലി ഭാര്യരെ എന്ത് കണ്ടാലും വിമർശിക്കുന്നവരും എന്ത് പറഞ്ഞാലും കുറ്റം പറയുന്നവരും, ഈ ലോകത്ത് നീ മാത്രമാണോ പ്രസവിച്ചിട്ടുള്ളൂ, ബാക്കി പെണ്ണുങ്ങൾ ആരും പ്രസവിച്ചിട്ടില്ലേ, നീ മാത്രമേ ഈ വേദന അനുഭവിച്ചിട്ടുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഇത് ഒരു പാഠമായിരിക്കണം. അവരിതൊക്കെ കണ്ടിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഫാമിലി ഇഷ്യൂസ് അല്ലെ ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു അമ്മയെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഭർത്താക്കന്മാരും ഇത് കണ്ടിരിക്കുന്നത് നല്ലത് തന്നെയാണ്. എന്തായാലും ഓസി ആ വീഡിയോ ഇട്ടതിൽ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. കാരണം 10 പേരെങ്കിലും ഒന്ന് കാണുമല്ലോ അത്. എന്താണെങ്കിലും പോയി കാണുമ്പോൾ ആ ഒരു വിഷമം എന്താണ്. മറ്റൊരു കാര്യം അതിനകത്ത് എടുത്തു പറയേണ്ടത് അവരുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ടാണ്. അവരുടെ അപ്പന്, അമ്മ, ഭർത്താവ്, അവരുടെ സഹോദരങ്ങൾ എല്ലാവരും എത്ര കെയർ ആയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പൊ ഓസി ഏകദേശം പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്താണ് ഓസിക്കെതിരെ, ഓസിയുടെ സ്ഥാപനത്തിനെതിരെ ഒരു കേസ് പ്രശ്നങ്ങളൊക്കെ വന്നത്. അപ്പൊ ആ സമയത്താണ് ഞാനാണെങ്കിലും വിചാരിച്ചു പോയി ഓസി എങ്ങനെ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവാം. ഓസി ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയാണ്. അപ്പൊ അവർക്ക് അവരുടേതായ ഒരു മെന്റൽ സ്ട്രെസ്, ഒരു ടയേർഡ്നെസ് ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കേസ് കാര്യങ്ങള്, പോലീസ് സ്റ്റേഷനിൽ പോകണം, കോടതി പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഹാൻഡിൽ ചെയ്തു. അവർക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് ഒക്കെ വരുന്നു. അപ്പൊ അതൊക്കെ ഫേസ് ചെയ്യുക, ചാനലുകാർ ഓരോന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ ഉത്തരം പറയണം. അല്ല, ഓസി ഭയങ്കര ധീരമായിട്ട് തന്നെ നേരിട്ടു എന്ന് പറയാം. ആ സമയത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ വല്ല അഡ്മിറ്റോ ആക്കേണ്ടി വന്നേനെ, വല്ല പ്രഷറൊക്കെ കൂടി പോയിട്ട്. സാധാരണ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. പെട്ടെന്നൊക്കെ പ്രഷറൊക്കെ കൂടി അവരെ ടെൻഷനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പോയിട്ട് എമർജൻസി സി സെക്ഷനോ ഒക്കെ ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ അത് ഭയങ്കര ധൈര്യത്തോടെ ഓസി അത് ഹാൻഡിൽ ചെയ്തൊരു സ്ത്രീയാണ്. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കണം അവരുടെ ആ മെന്റൽ വിൽ പവർ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പൊ അതുപോലെ ബോൾഡും ബ്രേവായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഇതുപോലൊരു വീഡിയോ ഇട്ടതില് അവർ ഞാൻ അഭിനന്ദിക്കുന്നതിന്റെ കാരണം അത് അവരുടെ ആ ഒരു ധൈര്യം, തന്റെ ഇടം, അത് പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ്. എന്തായാലും ഞാൻ ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഇതിനകത്ത് ഇടാം. കാരണം വെച്ചാൽ ഒത്തിരി ഒന്നും ഇടുന്നില്ല, കാരണം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ആ വീഡിയോസ് ഒക്കെ. ഇവിടെ കുറച്ച് ഭാഗം ഞാൻ ഇടാം. ഇല്ലാത്ത പോലെ അല്ലാതെ positive. Also very good. Just stay happy and positive. Be very strong. ഡെലിവറി കഴിഞ്ഞ അമ്മമാര് ചിലർക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അത് എല്ലാവർക്കും വരത്തില്ല, എന്നാൽ കുറച്ചു പേർക്കൊക്കെ വരും. ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാണ്. ഞാനടക്കം ആ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്താണെന്ന് അനുഭവിച്ച ആളാണ്. അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് പറയുന്നത്. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വേദന,
ടെൻഷൻ, അതോടൊപ്പം ഈ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുന്ന കെയർ ചെയ്യുന്നതായ സംഭവങ്ങള്. കാരണം നമ്മൾ ആദ്യമായിട്ട് അമ്മയാവുന്നു, പല കാര്യങ്ങളും നമുക്കറിയില്ല, പല ടെൻഷനുകള്. കുഞ്ഞ് കരഞ്ഞാൽ പോലും നമ്മൾ ടെൻസ്ഡ് ആയി പോകും. എന്തിനാ കരയുന്നേ, നമ്മൾ പാല് കൊടുത്തു അല്ലെങ്കിൽ ഉറക്കി അതിനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നിട്ട് ഈ കുട്ടി എന്തിനാ കരയുന്നേ, അല്ലെങ്കിൽ എന്തിനാണ് ഈ കുട്ടി ഇതുപോലെ കിടന്ന് വല്ലാതെ ബുദ്ധിമുട്ട് കാണിക്കുന്നേ. അങ്ങനെ നിസ്സാര കാര്യങ്ങൾ പോലും നമ്മളെ ആവലാതി കൊണ്ടെത്തിക്കും സ്ത്രീകളെ. അപ്പൊ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര വലിയ സംഭവങ്ങളായിരിക്കും. ചില മറ്റുള്ളവർക്ക് ഈ നിസ്സാര കാര്യത്തിനാണോ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ, ഇപ്പൊ വെപ്രാളം കാണിക്കണേന്ന് തോന്നിയാലും ചില സ്ത്രീകൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അതാണ് പറയുന്നത്, അവരൊരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോവാണ്. ചിലപ്പോൾ കുട്ടിയോട് ദേഷ്യം തോന്നാം, ഭർത്താവിനോട് ദേഷ്യം തോന്നുന്നവരുണ്ട്, കുടുംബക്കാരോട് ദേഷ്യം തോന്നുന്നുണ്ട്. ചിലർക്ക് ഞാൻ പറഞ്ഞ ചില എന്റെ സുഹൃത്തുക്കളെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭർത്താവിനെ കണ്ണു നേരെ കാണാൻ പാടില്ലായിരുന്നു ആ നിമിഷങ്ങളിലൊക്കെ. എന്തിനാണെന്ന് വെച്ചാൽ അവർ ആ കടന്നു പോകുന്ന സ്റ്റേജാണത്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ പല പ്രശ്നങ്ങള്, കുടുംബ പ്രശ്നങ്ങള്, ഫാമിലി ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ പെണ്ണ് കടന്നു വന്ന, അതായത് ഈ അമ്മ കടന്നു വന്ന സിറ്റുവേഷൻ ഏതാന്ന് ആ ഭർത്താവ് മനസ്സിലാക്കിയാൽ മാത്രമാണ് അത് ഹാൻഡിൽ ചെയ്ത് കറക്റ്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ല എങ്കിൽ ഫാമിലി തകർന്നു വരെ പോകത്തക്ക രീതിയിലേക്ക് ഇത് പോകുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമാണ്. എന്നാൽ ഈ ദിയെ സംബന്ധിച്ച് പറയുന്നത് അവരുടെ ഫാമിലി മൊത്തം ആ പുള്ളിക്കാരിക്ക് സപ്പോർട്ടായിട്ടുണ്ട്. അതുപോലെ എല്ലാ പെൺകുട്ടികൾക്കും അവരുടേതായ പ്രത്യേക ഘട്ടത്തിൽ, അതായത് ഇതൊരു ഭയങ്കര പീക്കായിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച്. അപ്പൊ അവർക്ക് ഒരു നല്ല സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ആ സമയത്ത്. അപ്പൊ അതെല്ലാ ഭർത്താക്കന്മാരായിട്ടുള്ള ആൾക്കാരും ഇനി ഭർത്താവ് ആകാൻ പോകുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിരുന്ന, ഒരു സ്ത്രീയെ മനസ്സിലാക്കിയിരുന്ന, സ്ത്രീകളും പുരുഷന്മാരെ മനസ്സിലാക്കണം. ഒരു പരിധിവരെ പല പുരുഷന്മാർക്കും ഇത് അറിയത്തില്ല, ഇതിന്റെ പ്രശ്നങ്ങൾ എന്താ, അല്ലെങ്കിൽ ആ സ്ത്രീ കടന്നു പോണ സാഹചര്യം എന്തൊരു, എന്താ പറയാ, ഈ സ്ത്രീകളുടെ ഒരു ഫിസിയോളജിയോ അല്ലെങ്കിൽ അനാട്ടമിക്കലോ ഉള്ള കാര്യങ്ങളോ ഒന്നും അവർക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ അവരുടെ ഒരു അറിവില്ലായ്മ കൊണ്ടും പല പ്രശ്നങ്ങളും പലരെ മനസ്സിലാക്കാതെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുകയോ അറിഞ്ഞു വെക്കുകയോ നല്ലതാണ്, നിങ്ങളുടെ ഫാമിലി സക്സസ്ഫുൾ ആയി പോകേണ്ടതിന്. അപ്പോൾ ദിയ കൃഷ്ണനെ വിമർശിക്കുന്നവർ മനസ്സിലാക്കി വെക്കുക, അവർ ചെയ്തതിൽ എന്താണ് തെറ്റ്. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലുകളൊന്നും ഇങ്ങനെ അനുവദിക്കുന്നില്ല, ഇങ്ങനെ ലൈവ് ഡെലിവറി ഒക്കെ ലൈവായി കാണിക്കാനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ അകത്ത് കയറ്റാനോ ഒന്നും സമ്മതിക്കത്തില്ല. എന്നാൽ ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ മാറി മിക്ക ഹോസ്പിറ്റലുകളും അതിനുള്ള പെർമിഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, എസ്പെഷ്യലി പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെറ്റേണിറ്റി മാത്രമുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഇതിന് അനുവദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഹോസ്പിറ്റലിലൊക്കെ ഇതിനെ പോയി കാണാനും കൂടെ സപ്പോർട്ട് ചെയ്യാനൊക്കെ അനുവാദം കൊടുക്കുന്നുണ്ട്. ദിയ കൃഷ്ണയുടെ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തവരാണ്, ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുഞ്ഞിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ ഇത്ര വർഷമായി ഞങ്ങൾ കാത്തിരിക്കുന്നു, ഇത്ര വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നവരെ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞങ്ങളും കുട്ടികൾ ഉണ്ടാകാൻ താമസിച്ച സമയത്ത് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു. ആ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് ആ ഡോക്ടറെ കാണാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഈ നമ്മുടെ നാട്ടില് ഇത്രയും ആൾക്കാർ കുട്ടികളില്ലാത്ത ദമ്പതികൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായത്. 18 വർഷമായിട്ട് 15 വർഷമായിട്ട് 10 വർഷമായിട്ടൊക്കെ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് ഫെയിലായിട്ടൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്ത്രീകൾ എന്താ വിചാരിക്കുന്നത്, ഓ അവര് ഒരമ്മയായല്ലോ, അവർക്കൊരു കുഞ്ഞിനെ ദൈവം കൊടുത്തല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിൽ ഈ വീഡിയോ ഒക്കെ കാണുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുകയും അവർ അത്ര ഇൻട്രസ്റ്റോടെ അത് കാണുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടില് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തൊരു ഒരുപാട് പേരുണ്ട് എന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു ആശ്വാസമാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.